സ്വാഗതം ലീഡറിലേക്ക്. കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് കുറച്ചു ദിവസങ്ങളായി നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. നരേന്ദ്രമോദിയുടെ ഒരു പരിപാടിയും ഇപ്പോൾ ഏശുന്നില്ല. പരീക്ഷാ പേപ്പർ വരെ ചോർന്നലിക്കുന്നൊരവസ്ഥയാണ് ഈ രാജ്യത്ത് കാണുന്നത്. ഇത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒപ്പം അവരുടെ രക്ഷിതാക്കളുടെയും അടക്കം ഏകദേശം 50% ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഈ രാജ്യം ഭരിക്കുമെന്നറിയാതെ നിൽക്കുമ്പോൾ ഇപ്പോൾ കോടതിയുടെ നോട്ടീസും വന്നിരിക്കുകയാണ്. CBSE മൂല്യനിർണ്ണയത്തിൽ നടന്ന തട്ടിപ്പിൽ കേന്ദ്ര സർക്കാരിന് ദില്ലി ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നു. ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM സംവിധാനം ചോദ്യം ചെയ്തുകൊണ്ട് NSU നൽകിയ ഹർജിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ CBSE പരീക്ഷ വഴി വിദ്യാർത്ഥികളെ പൂർണ്ണമായും വഞ്ചിച്ചിരിക്കുന്നു. നടത്തുന്നത് പരീക്ഷണമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി തുലയ്ക്കുകയാണ് സർക്കാർ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പരീക്ഷണത്തിൽ തന്നെ പാളിയ OSM സംവിധാനമാണ് വളരെ ധൃതി പിടിച്ച് കേന്ദ്ര സർക്കാർ CBSEയിൽ നടപ്പിലാക്കിയത്. +2 പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപാണ് ദില്ലിയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഈ OSM പരിഷ്കരണത്തിനുള്ള ട്രയൽ റൺ നടത്തിയത് തന്നെ. സ്വകാര്യ സ്കൂളുകൾ, ദില്ലി സർക്കാർ നടത്തുന്ന സ്കൂളുകൾ, അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ പ്രിൻസിപ്പൽമാർ അടക്കം പ്രതിനിധികളടങ്ങുന്ന സമിതിയെയും ഇതിനായി നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഉത്തരക്കടലാസുകൾ തയ്യാറാക്കി ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി മൂല്യനിർണ്ണയം നടത്തുന്ന രീതി പരീക്ഷിച്ചു നോക്കുകയും എല്ലാം തകരാറിലായതോടെ പാവം വിദ്യാർത്ഥികളുടെ ഭാവി അത് അവതാളത്തിലാകുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ഭാവി മനസ്സിൽ കണ്ടുകൊണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ AI-യുടെ ഇടപെടൽ തകർന്നു പോകുന്നതാണ് കണ്ടത്. അതായത് ചില ഉത്തരങ്ങൾക്ക് മാർക്ക് കൂട്ടി നൽകുമ്പോൾ അത് കുറവായി രേഖപ്പെടുത്തുന്നു. നൽകിയ മാർക്ക് യഥാർത്ഥമായി സ്ക്രീനിൽ രേഖപ്പെടുത്തുന്നില്ല. ഒരു ചോദ്യത്തിൽ 2 ഭാഗങ്ങളായി ഉത്തരമുണ്ടെങ്കിൽ ഒന്നിന് മാത്രമേ മാർക്ക് നൽകാൻ സാധിക്കുന്നുള്ളൂ. സിസ്റ്റം ഇടയ്ക്ക് ഹാങ് ആവുന്നു. മാർക്കെല്ലാം രേഖപ്പെടുത്തിയാലും കമ്പ്യൂട്ടറിൽ ചിലത് വിട്ടുപോകുന്നു. ബ്ലാങ്കായ പേജുകൾക്ക് വരെ മാർക്കിടാൻ കഴിയുന്നു. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു ഇതിൽ മൊത്തം. ഈ അപകടം മനസ്സിലാക്കി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും എല്ലാം ചേർന്ന് ഇത് മാറ്റിവെക്കണമെന്നും അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കെങ്കിലും നീട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ടും അതൊന്നും കൂട്ടാക്കാൻ കേന്ദ്ര സർക്കാരും ബോർഡും തയ്യാറായില്ല. ഈ സംവിധാനം തന്നെ തുടരുകയും വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെയാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും CBSE ബോർഡിനും ഇപ്പോൾ പൂട്ടിടാൻ തീരുമാനിച്ചത്. ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും തീരില്ല. നമ്മൾ ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിയുടെ വെറും സമരം അതൊരു സമരമാർഗം മാത്രമല്ല. ഈ രാജ്യത്ത് 100 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഒന്നിക്കുന്ന ഒരു ഐതിഹാസിക സമര പരമ്പരകൾ വരാൻ പോകുന്നു. ഒന്നിച്ച് തന്നെ ഈ വിദ്യാഭ്യാസ പ്രശ്നം കൈകാര്യം ചെയ്യും എന്നുള്ളതായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇത്രയും വലിയ പരീക്ഷാ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഉറച്ചു നിൽക്കുകയാണ്. അതിനൊപ്പമാണ് ഈ രാജ്യത്തെ പുതിയ കോക്രോച്ച് പാർട്ടിയുടെ വൻ സമരവും വരുന്നത്. ഇത് കേന്ദ്രത്തിലെ BJP സർക്കാർ വലിയ രീതിയിൽ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ആ വിഷയത്തിൽ ഇപ്പോൾ കോടതിയും ഇടപെട്ടതോടെ സമരത്തിന് ശക്തി കൂടുതൽ വർദ്ധിക്കുകയാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദിയെ താഴെയിറക്കാനുള്ള സമരമെന്ന് രാജ്യവും ഉറപ്പിക്കുന്നത്.